കാഴ്ച നീ എന്നെ ഒന്ന് കാണിച്ചില്ലല്ലോ ജഗദീശ്വര. ജഗദീശ്വരൻ എന്നോട് എന്തിനാ ഇങ്ങനെ ക്രൂരനാവുന്ന എന്റെ വിശ്വേട്ടാ. ഞാൻ അപ്പുറത്തോട്ടൊന്ന് പോകാൻ പോവാണേ. ഇതൊക്കെ ജീവിതത്തിൽ അസുലഭ ദൃശ്യങ്ങളാ. ആ പതർച്ച, ആ തളർച്ച, ഇതൊക്കെ എനിക്കൊന്ന് നേരിട്ട് കാണണം. എന്റെ വിശ്വേട്ട ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. ഇതൊക്കെ കഷ്ടമാണ്. അന്യരെ തളർച്ച കണ്ട് സന്തോഷിക്കരുത്. നാളെ നമുക്കും ഇതൊക്കെ സംഭവിക്കാം. ഇതൊക്കെ ഓർമ്മ വേണം. കഷ്ടമാണ് സതീ, കഷ്ടമാണ്. ഇങ്ങനെയൊക്കെയല്ലേ സ്വാമി വിശ്വാനന്ദം പറയാൻ പോന്നേ. അതെ, ഞാൻ പച്ച മനുഷ്യ, പച്ച മനുഷ്യ. ശത്രുവിന്റെ വിഷമം കാണുമ്പോൾ ചിരി വരും, ശത്രുവിന്റെ ഉയർച്ച കാണുമ്പോൾ അങ്കലാപ്പ് വരും. ഓ, ആ SI 2 ഇടിയും കൂടെ പറ്റിച്ചില്ലല്ലോ എന്നാ എന്റെ വിഷമം. കണ്ടോ ഇവന്റെ സന്തോഷം കണ്ടോ? ഇങ്ങനെ സന്തോഷിച്ച് മറിയേണ്ട അവസരത്തിലാ വേദോപദേശം തുടങ്ങുന്നു. അവിടെ പോലീസ് കേസ് വന്നതിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല പോലും. അത് മോശമാണ് പോലും. ആരായിരിക്കും പറയാൻ ചാൻസ് ഉള്ളത്? നീ മാറു മക്കളെ, നീ മാറടാ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ ദേഷ്യം മാറ്റിത്തരാം. വേണ്ട. കരയണ്ട കള്ളക്കുട്ടി. ഞാൻ പറഞ്ഞതാ ഒറ്റയ്ക്ക് പോയി SI കാണാവൂന്ന്. ഇത് തലപോണ കേസൊന്നും അല്ല. കേസ് ചാർജ് ചെയ്തത് ശരി തന്നെയാ. പക്ഷെ SIയോട് കാര്യമായിട്ടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മറ്റേ പാർട്ടിയെ കൂടെ വിളിച്ച് സംസാരിച്ച് ഒതുക്കി തീർക്കാമായിരുന്നു. ഓഹോ, അപ്പൊ എന്റെ ഭർത്താവിന്റെ വശം പറയാൻ വന്നത് വലിയ അപരാധമായി പോയില്ലേ? ഈ താലി ഉണ്ടല്ലോ, ഇതെന്റെ കഴുത്തിൽ കിടക്കുന്ന കാലത്തോളം എന്റെ ഭർത്താവിന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാലും അതെന്റെ കാലിൽ കൊള്ളും പോലെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ലോകത്തുള്ള മുഴുവൻ പേരും എതിരായി വന്നോട്ടെ, എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യും. കണ്ട കണ്ട ആ ഈശ്വര എന്നുള്ള വിളി, അതെന്നെ കളിയാക്കിയതാ. ഓ, ഇവളെ സഹായിക്കാൻ വരുന്നത് കുരിശാവൂല്ലോ ഈശ്വര. അതാ ഈ ഈശ്വരയുടെ അർത്ഥം. അതെ, എനിക്കറിയാം ഈ ലീലാവതി അത്ര മണ്ടിയൊന്നുമല്ല. എന്തായാലും ലീലാവതി ഇറങ്ങാൻ പോവാ. ഈ കാറിടിക്കലിന്റെ പിന്നിലെ സത്യം അത് ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. ഇതിന്റെ പിന്നിൽ കളിച്ചവരെ ഞാൻ ജയിലിൽ കയറ്റും. അയ്യോ, എന്താണ്? അല്ല, സഹതാപം, ഭയങ്കര സഹതാപം. കവിയല്ലേ, കവിക്ക് സഹജീവിയോട് സഹതാപ. അതെ, ചിലപ്പോ ഏതോ ഒരു സാധു ഒരു നിമിഷത്തെ ചാബല്യം കൊണ്ട് കാണിച്ച കള്ളത്തരമായിരിക്കും. അതങ്ങ് പോട്ടെന്ന് വെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്റെ ഭർത്താവിനെതിരെ കേസ് കൊടുത്തവരോട് ക്ഷമിക്കണമെങ്കിൽ ലീലാവതി വേറെ ജനിച്ചു വരണം. ഇതിന് കാരണക്കാരായവരെ കണ്ടുപിടിച്ച് പൊതുസ്ഥലത്ത് കെട്ടി നിർത്തി ജനങ്ങളെ കൊണ്ട് കല്ലെറിയിക്കുന്നു. എന്റെ അമ്മേ, എന്നെ കൊല്ലല്ലേ. ഞങ്ങളറിയാതെ ഞങ്ങളുടെ കാർ വീട്ടിൽ നിന്നെടുത്ത് ഒരാളെ ഇടിച്ചു. കേസ് വന്നത് പാവ എന്റെ ഭർത്താവിന്. ഈ ദ്രോഹി എന്ത് ചെയ്യണം? തന്നെ കല്ലെറിയല്ല, തന്നെ എടുത്ത് കല്ലെറിയ വേണ്ടത്. എന്റെ സഹോദരിയെ കിട്ടിയെന്നുള്ള ഒറ്റ അവകാശം അത് വെച്ചാ തന്റെ ജീവിതം കൊള്ളുന്നോണ്ടെന്ന് അറിയോ? ഞാനൊരു കവിയാണ്, കവിയെ എല്ലാവർക്കും ചാൻസ് ഉണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല. ഇന്ന് അവസരം ഞാൻ മുതലാക്കാൻ പോവാ. അയ്യോ, ഒരു കവിയെ കല്ലെറിയുന്നേ. ഓടി വായോ നാട്ടാരെ. നാട്ടുകാര് വന്ന അവര് മൊത്തം നിന്നെ കല്ലെറി. അതുകൊണ്ട് വന്നല്ലോ ചേട്ടത്തിയുടെ കുറവ് ഉണ്ടായിരുന്നത്. വരണം. ലീലാവതിയെ, ഇവനെ കിട്ടിയോ? നാഴികയ്ക്ക് 40 വട്ടം പറച്ചിലായിരുന്നല്ലോ, വിസ വന്നാ ശ്രീലങ്കയ്ക്ക് പോകും, വിസ വന്നാ ശ്രീലങ്കയ്ക്ക് പോകുമെന്ന്. ശ്രീലങ്കയിലെങ്ങാനും ആയിരുന്നെങ്കിലേ നിന്റെ തല ഇപ്പൊ പുലികൾ കൊണ്ടുപോകുമായിരുന്നു. എല്ലാരും ഇറങ്ങി കഴിഞ്ഞാ മക്കളെ? ഒരു റൗണ്ട് കഴിഞ്ഞു, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത റൗണ്ട്. ആഹാ, അപ്പൊ ആദ്യ റൗണ്ട് എന്റെ ഏറോട് കൂടി തന്നെ പൂർത്തിയാവട്ടെ. ഞാൻ സമ്മതിക്കില്ല. എന്റെ ഭർത്താവിനെ നോക്കിയാൽ ഞാൻ സമ്മതിക്കില്ല. താത്തൂനെ ഒന്ന് പറഞ്ഞു. നിന്റെ ഭർത്താവിനെ വേദനിച്ചപ്പോ നീ കരയുന്നു. എന്റെ നരേട്ടൻ, നിന്റെ ആങ്ങള, എന്റെ കഴുത്തിൽ താലി ചാർത്തിയ ആള്, ആ ആള് പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോ ഞാൻ എത്ര കരയണം? ഇല്ല, എനിക്ക് പ്രതികരിച്ചേ പറ്റും. കവിയാണ്, ഗവൺമെന്റ് ഇടപെടണം.
സ്വത്താണ് പോലും. കല്ലെറിയാൻ എന്റെ കൈ ധരിക്കുന്നെന്ന്. അയ്യോ വേണ്ട. കരട്ടെ, അവളെ പിടിച്ച് മാറ്റാം. പിടിച്ചു മാറ്റി അയ്യോ വേണ്ട വേണ്ട, അയ്യോ കല്ലറിയരുത്. പിടിച്ച് മാറ്റങ്ങോട്ട്. മറിച്ചെടുത്ത് എന്തോന്ന്? ശാരദ ശരണ്യ മാറത്തി എനിക്കറിയില്ല. വേണമെങ്കിൽ നിങ്ങൾ എന്നെ അറിഞ്ഞോ, ഞാൻ അറിയാൻ സമ്മതിക്കില്ല. സമ്മതിക്കണ്ട, ഞങ്ങൾ അറിയണം. അയ്യോ, ശരണ്യ പിടിച്ച് മാറ്റ്. അയ്യോ. ഇത് മതി. അയ്യോ, അമ്മച്ചി എറിയരുത് അമ്മച്ചി. അയ്യോ, അമ്മച്ചി വയസ്സുകാലത്ത് വല്ലോണ്ട് ഉളുക്കം എറിയരുത്. ചേട്ടത്തിക്ക് നല്ല ഉന്നവാ. വിശ്വേട്ടാ എന്താ എന്താ സുഖേട്ടാ? എന്താ ശബ്ദം? എന്താ എന്താ അളിയാ? എന്താ ശാരദ? ഒരു സ്വപ്നം കണ്ട്. എന്ത് സ്വപ്നം? എന്നെ ആൾക്കാരെല്ലാം കൂടെ എന്നെ അല്ല, ഒരു സിംഹത്തിന് ആൾക്കാരെല്ലാം കൂടി കല്ലെറിയണതായിട്ട്. സിംഹത്തിനെ കല്ലെറിയാൻ നോക്കിയെന്നോ? സിംഹത്തിന്റെ ഭാര്യ സിംഹത്തിനെ രക്ഷിക്കാൻ നോക്കി. അപ്പൊ സിംഹത്തിന്റെ അളിയെ അല്ല ആരൊക്കെയോ ചേർന്ന് ഭാര്യയെ പിടിച്ച് മാറ്റിക്കളഞ്ഞു. ദൈവമേ, പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയാണല്ലോ. നീ കരയാതെ. ഉറക്കത്തിൽ ഇങ്ങനെ പേടി സ്വപ്നമൊക്കെ കാണും സാധാരണ. കിടക്കാൻ നോക്ക്. എന്തോന്ന്? ഈശ്വര, ദൃഷ്ടിദോഷം ഒന്നും ഉണ്ടാവരുതേ, എല്ലാം മാറണേ. കൂളിംഗ് ഗ്ലാസ്സാ? പേടി മാറാനാ, ദൃഷ്ടിദോഷം മാറാൻ. ആ. സുഗുണേട്ടാ, എന്ത് സ്വപ്ന കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ സിംഹങ്ങൾ. ആ ആ സിംഹങ്ങളില്ലേ ആ അത് ആൾക്കാരായിരുന്നു. ആ ഏറുകൊള്ളുന്ന മെയിൻ സിംഹം ഇല്ലേ അത് ഞാനായിരുന്നു. അതിന്റെ ഭാര്യയാണ് നീ. ഞാന്. ഏ, അപ്പൊ സിംഹത്തിന്റെ ദേ കാല്. വെച്ച് ശ്ശേ,